ഉറപ്പായിട്ടുണ്ടാവും. ഒരു പുതിയ കാലം ഉണ്ടാവും കേരളത്തിന്, തീർച്ചയായിട്ടും. മകൾ ഉണ്ണിമായി പറയുമായിരുന്നു അച്ഛന്റെ യാത്ര ഒരു നല്ല നിലയിലെത്തട്ടെ എന്ന് പറയുന്നു. ഏറെ പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു ഉണ്ണിമായ. കാരണം 1 മാസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെയുള്ള അവരത് കാണുന്ന പോലും ഇല്ല. അതൊന്നുമില്ല, അങ്ങനത്തെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു ദോഷവും വരരുതെന്ന് അവരുടെ പ്രാർത്ഥനയിലുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള അതൊന്നുമല്ല. നമ്മളെന്തിനാ അത്രയും കാര്യങ്ങളിലേക്ക് പോകണം? നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. സതീശൻ സംസാരിക്കുകയായിരുന്നു. അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾക്കറിയുന്ന പോലെ മിക്ക പൊതുപ്രവർത്തകരും തിരുവനന്തപുരം ജില്ലയിലെ മിക്ക നേതാക്കന്മാരും ഒക്കെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായതോടെ എല്ലാവരും അവിടെ എത്തി. ഇപ്പോൾ നമുക്കൊപ്പം ആറ്റുകാൽ പൊങ്കാല അർപ്പണത്തെ തുടക്കമായി കഴിഞ്ഞു. ഭണ്ഡാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം മിക്ക അടുപ്പുകളിലും തീ പകർന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിവേദ്യം തയ്യാറാക്കുന്നതിന് തിരക്കിലാണ് ഇപ്പോൾ ആറ്റുകാലെത്തിയ ഭക്തജനലക്ഷങ്ങൾ. സ്മിത ഹരിദാസ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പം ചേരുകയാണ്. സ്മിത, ഇപ്പോൾ ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ ജനത്തിരക്കാണ്, ഭക്തജനത്തിരക്കാണ് തിരുവനന്തപുരത്ത് നമ്മൾ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം നഗരം മുഴുവനും ഒരു യാഗശാലയായി മാറി എന്നുള്ള വിവരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറിയിരിക്കുന്നു തിരുവനന്തപുരം നഗരം. നഗരത്തിന് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പൊങ്കാല അടുപ്പുകളുണ്ട്. അതിലേക്കെല്ലാം അഗ്നി പകർന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പുകപടലങ്ങൾ നമുക്ക് മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. വലിയ ചൂടാണ്, ഒപ്പം തന്നെ ഈ പൊങ്കാല അടുപ്പിൽ നിന്നുള്ള ചൂടും. പക്ഷെ അതൊന്നും ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. അവർ ഒരു വർഷത്തെ അവരുടെ കാത്തിരിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. പൊങ്കാല അടുപ്പിലേക്ക് അവരവരുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അത് അവരുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാന ഭണ്ഡാര അടുപ്പിൽ ഇപ്പോൾ അഗ്നി പകർന്നതിന് ശേഷം അത് ജലം തിളച്ചു വരുമ്പോൾ ഇത് പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ്. ജലവും മൺകലം, ഭൂമിയെയും അഗ്നിയും വായുവും എല്ലാം ചേർന്ന്, ആകാശവും ചേർന്ന് പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടുള്ള ആ പൊങ്കാല അടുപ്പിൽ ഇതാ തിളച്ച് തൂവുകയാണ്. ആ തിളച്ച് തൂവുന്ന സമയത്താണ് ആ നിവേദ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുള്ളതാണ്. അതിനായി ഇവിടെ വന്ന അതിഥികളെല്ലാവരും തന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരായാലും BJP സംസ്ഥാന അധ്യക്ഷനുണ്ട്, ഒപ്പം കളക്ടറുണ്ട്, മേയറുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഭണ്ഡാര അടുപ്പിലെ പൊങ്കാല അത് തിളച്ച് തൂകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. വലിയ ഉച്ചത്തിലുള്ള നാമജപങ്ങൾ, കുരവയിടുന്നു ഭക്തജനങ്ങൾ, സ്ത്രീജനങ്ങൾ. ഇതിനായി കാത്തിരിക്കുകയായിരുന്നു ഭക്തർ. ഇതിങ്ങനെ തിളച്ചു തൂവുന്നത് ഒരു സമൃദ്ധിയുടെ ലക്ഷണമാണ്, ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്, അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെയാണ് ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ തിളച്ച് തൂവി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത ചടങ്ങ് കൂടി ആയിരിക്കുന്നു എന്നുള്ളതാണ്. അഗ്നി പകർന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് അതാണ്. അതിനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ചമ്പ പച്ചരിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിൽ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് ചുക്കും ഏലക്കായും പിന്നെ നെയ്യ്, ധാരാളം നെയ്യ് ഒഴിക്കുന്നു എന്നുള്ളതാണ്. നെയ്യിലാണ് അത് വേവുന്നത്. അപ്പോൾ അതങ്ങനെ തിളച്ച് തൂവുന്നത് ഭക്തിയോടുകൂടി തന്നെയാണ് അതെല്ലാവരും കാത്തിരിക്കുന്നത്, കാണുന്നതെല്ലാം തന്നെ. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി ഇപ്പോൾ നടന്നിരിക്കുന്നു. അതുപോലെ എല്ലാ പൊങ്കാല അടുപ്പുകളിലും ഇപ്പോൾ നിവേദ്യത്തിനുള്ള പൊങ്കാല റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം സ്ത്രീകളായ ഭക്തജനങ്ങൾ, അതോടൊപ്പം തന്നെ പുരുഷന്മാർ, അവർക്കൊപ്പം വന്ന പുരുഷന്മാരായ ഭക്തജനങ്ങളൊക്കെ തന്നെ ദേവീ ദർശനത്തിനായി വരുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. കാരണം ഇന്ന് ഇത്തവണ ചന്ദ്രഗ്രഹണം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ദേവീ ദർശനത്തിനായി എല്ലാവരും എത്തുകയാണ്. ഇനി കൃത്യം 2:10 ഉച്ചപൂജയ്ക്ക് ശേഷം ഇവിടെ അടുത്ത പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള നിവേദ്യം ഉണ്ടാവുക. അത് ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥം കൊണ്ടുവന്ന് തളിക്കുകയാണ് ചെയ്യുന്നത്. ഭണ്ഡാരടുപ്പിൽ തളിക്കുന്നു. അതോടൊപ്പം തന്നെ 350ഓളം മറ്റ് പൂജാരിമാർ അവർ ഈ തിരുവനന്തപുരം നഗരത്തിലാകെയുള്ള ഭക്തരുടെ പൊങ്കാല കലങ്ങളിൽ തീർത്ഥം തളിക്കുന്നതോടെ നിവേദ്യമായി മാറും. അതാണ് ഈ ചടങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ്. അപ്പോൾ അതിനുള്ള അടുത്ത ചടങ്ങ് അതാണ്. ഇന്നിപ്പോൾ ഈ പ്രധാനപ്പെട്ട പൊങ്കാല അടുപ്പിൽ നിവേദ്യം അതിങ്ങനെ തിളച്ച് തൂവുന്നത് കണ്ട് അതിൻ്റെ ഒരു ആത്മനിർവൃതിയിലാണ്, സായുജ്യമടഞ്ഞുകയാണ് ഭക്തരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.